ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നല്ലൊരു നാരങ്ങ അച്ചാർ ഇപ്പോഴേ റെഡിയാക്കി വെച്ചാലോ? അപ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് നാരങ്ങ ഇവിടെ നന്നായി കഴുകിയിട്ട് ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഞാനൊന്ന് തുടച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് സ്റ്റീമറിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വേവിച്ചാൽ മതി. ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഈ നാരങ്ങ ഒന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ആവി കയറിയിട്ടാവുമ്പോൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇത് വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതുപോലൊരു തവ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഒരു ചെറിയ സ്പൂണ് ഉലുവയും കൂടെ ഇതിൻ്റെ കൂടെ പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവില്ലേ, ആ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ സ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു നീളത്തിലാണ് നാരങ്ങ അരിഞ്ഞു വെച്ചത്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ആ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോഴല്ല കേട്ടോ, ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കണം. അപ്പം നല്ല രുചിയായിരിക്കും ഈ അച്ചാറിന്. ഇനി നമുക്കിത് വെള്ളമൊന്നുമില്ലാത്ത നല്ലൊരു ഭരണിയിൽ ഇട്ട് വെക്കണം. വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന എല്ലാം സ്പൂണായാലും പാത്രമായാലും എല്ലാം വെള്ളമില്ലാതെ ഇരിക്കണം, ഡ്രൈ ആയിരിക്കണം. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഓണമൊക്കെ ആകുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോഴേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.